ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഥയൊക്കെ തുറന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ തിരി കത്തി വെച്ചിരുന്നു കിടത്തി. രാവിലെ ഞാൻ എഗ് സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ, പാലപ്പവും എഗ് സ്റ്റൂ. അതിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നീട് ഉരുളക്കിഴങ്ങ്, സബോള, ഒരു ക്യാരറ്റ്, ഒരു 1/4 ഭാഗം തക്കാളി, ഇതെല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചു കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു കുക്കറിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് ഒരു മാഗി ക്യൂബ്സും കൂടെ ഞാൻ ചേർത്തോട്ട് വെജിറ്റബിൾസിൻ്റെ, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാനത് വേവിക്കാൻ വെച്ചു. 3 വിസിലടിച്ച്. തലേ ദിവസം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത് അതിലേക്ക്. അപ്പം പുളിയൊന്നും ഉണ്ടാവില്ല, വയറിന് നല്ല സുഖമായിരിക്കും. നമ്മൾ പുളിമാവ് എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ പഠിക്കാനായിട്ട് വിളിച്ചേൽപ്പിച്ചു. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്ന് ഞങ്ങൾ അവനെ പഠിക്കാനിരുത്തി. പിന്നെ അന്നത്തേനും എൻ്റെ വെജിറ്റബിൾസ് എല്ലാം റെഡിയായിട്ട് വന്നു. പിന്നെ അടുപ്പിലേക്ക് അതെല്ലാം കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത്, വേറെ ഒന്നും ചെയ്യേണ്ട, പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയും കൊണ്ടും പുഴുങ്ങിയത് അതിലേക്ക് ഇട്ട് കേട്ടോ. അങ്ങനെ വെജ് കറിയും റെഡിയായി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തേച്ച് പള്ളി പോകാനായിട്ട് റെഡിയായി. പള്ളി പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ തേങ്ങ എന്ന് പൊട്ടിച്ച് വെച്ചാലും മഴക്കാറാട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കാപ്പ് കുടിക്കാനിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗും തീർന്നു. താങ്ക് യു.